ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോമിനെ കുറിച്ചിട്ടാണ്. DCT എന്നറിയപ്പെടും, ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോംസ്. സോ നമ്മൾ കുറേ ട്രാൻസ്ഫോംസ് പഠിച്ചിട്ടുണ്ട്. DFT ഒക്കെ, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോംസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വാഷ് ട്രാൻസ്ഫോം, അഡ്മാർ ട്രാൻസ്ഫോംസ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോംസിനെ കുറിച്ചിട്ടാണ്. ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആൻ ഇമേജ് ഫ്രം സ്പേഷ്യൽ ഡൊമൈൻ ടു ഫ്രീക്വൻസി ഡൊമൈൻ. അഥവാ സ്പേഷ്യൽ ഡൊമൈനിലുള്ള ഒരു ഇമേജിനെ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഒരു ഇമേജ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോംസ്. നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു എഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്പേഷ്യൽ ഡൊമൈനിലുള്ളൊരു ഇമേജാണ്. അതിന് ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് നമ്മൾ എന്താകുന്നു, ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഒരു ക്യാപിറ്റൽ എഫ് ആയിട്ടുള്ള ഒരു ഇമേജ് ആക്കി മാറ്റുന്നു. സോ നമുക്കറിയാം ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പലതരത്തിലുള്ള, നമുക്കിപ്പോൾ ഒരു സ്പേഷ്യൽ ഡൊമൈനിലുള്ള ഒരു ഇമേജിനെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ DFTസും യൂസ് ചെയ്യാറുണ്ട്, അല്ലെ, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോംസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പുറമെ അതും തമ്മിലുള്ള ഈ DFTയും DCTയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് DFTയിൽ നമ്മൾ കോംപ്ലെക്സ് ടേംസ് അതിലുണ്ടാകും. ഏത് DFTൻ്റെ കേസിൽ കോംപ്ലെക്സ് ടേംസ് ആണ് ഉണ്ടാവുക. DCTൻ്റെ കേസിൽ റിയൽ ടേംസ് ആയിരിക്കും. റിയൽ ടേംസ് മാത്രമേ DCTൻ്റെ ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതാണ് DCTയും DFTയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ നമ്മൾ വൺ ഡയമെൻഷണൽ ഇമേജിൻ്റെ കേസിൽ നമ്മളുടെ സ്മോൾ f ആണ് അവിടുത്തെ ഇമേജ്. ദാറ്റ് മീൻസ് വൺ ഡയമെൻഷണൽ ഇമേജ് ആണെങ്കിൽ സ്മോൾ f അതിന് ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ ക്യാപിറ്റൽ FU ആയിട്ട് മാറും. അതുപോലെ തന്നെ ടു ഡയമെൻഷണൽ ഇമേജിൻ്റെ കേസിൽ സ്മോൾ fxyനെ നമ്മൾ ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ FUV ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ടു ഡയമെൻഷണൽ XY അതുപോലെ തന്നെ UV ടു ഡയമെൻഷണൽ ഇമേജിൻ്റെ കേസിൽ ഇതുപോലെയാണ് ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോർമേഷൻ. ഇത് നമുക്ക് എങ്ങനെയാണ് ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ വാഷിൻ്റെയും ഹഡ്മാൻ്റെയും കേസിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, അതേ ഒരു ഫോമിലുള്ള ഇക്വേഷനാണ് ഇവിടെ വരുന്നത്. വൺ ഡയമെൻഷണൽ ഇമേജിൻ്റെ കേസിൽ DCT അപ്ലൈ ചെയ്യുന്നത് ക്യാപിറ്റൽ F അഥവാ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഇമേജ് ക്യാപിറ്റൽ F = എന്തായിരിക്കും, C ഇൻറ്റു സ്മോൾ f. ദാറ്റ് മീൻസ് C ഇൻറ്റു F എന്ന് പറഞ്ഞിട്ട് സ്മോൾ f എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇമേജിൻ സ്പേഷ്യൽ ഡൊമൈനിലുള്ള ഇമേജിൻ്റെ F ആണ്. ദാറ്റ് മീൻസ് ആ ഫംഗ്ഷനാണ് F. സോ C ഇൻറ്റു F എന്നുള്ള രീതിയിലാണ് വരിക. ടു ഡയമെൻഷണൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ F കണ്ടുപിടിക്കുക, C ഇൻറ്റു F ഇൻറ്റു C ട്രാൻസ്പോസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊസൈൻ ട്രാൻസ്ഫോം മെട്രിക്സ് ആണ്. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വാഷിൻ്റെയും ഹഡ്മാറിൻ്റെ കേസിൽ വാഷ് മെട്രിക്സും അതുപോലെ തന്നെ ഹഡ്മാർ മെട്രിക്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ എന്താണ് വരുന്നത്, അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് വരുന്നത്, കൊസൈൻ ട്രാൻസ്ഫോം മെട്രിക്സ് ആണ് ഇവിടെ വരുന്നത് എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ നമുക്കിവിടെ C കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഇമേജിനെയും സ്പേഷ്യൽ ഡൊമൈനിലുള്ള ഏതൊരു ഇമേജിനെയും നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഏത് യൂസ് ചെയ്തിട്ട്, DCT യൂസ് ചെയ്തിട്ട്. സോ നമുക്ക് C അഥവാ കൊസൈൻ ട്രാൻസ്ഫോം മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അതിന് രണ്ട് ഫങ്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. C കണ്ടുപിടിക്കാൻ, CUV കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുടെ വാല്യൂ 0 ആവുകയും വിയുടെ വാല്യൂ 0 to n-1 ആവുന്ന കേസിലുള്ള CUV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √1/n ആണ്. √1/n ആണ്. ദെൻ അഥവാ ഫസ്റ്റ് യു ഇപ്പോൾ സം മെട്രിക്സ് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ, ഇതാണ് ഇപ്പം സം C എന്ന് പറഞ്ഞിട്ടുള്ളത് മെട്രിക്സ് എന്നുള്ള രീതിയിൽ. ദെൻ ഇതിൻ്റെ CUV ദാറ്റ് മീൻസ് ഫസ്റ്റ് റോ എന്നുള്ള രീതിയിൽ ഇത് വരുള്ളൂ. U ഒരു സൈഡിലും V ഒരു സൈഡിലും ആണെന്നുണ്ടെങ്കിൽ U എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 0 ആവുന്ന കേസ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് റോയിലുള്ള വാല്യൂസ് മാത്രമാണ് നമ്മൾ ഏത് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്, CUV = √1/n വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, വിൻ്റെ വാല്യൂസ് 0 to n-1. ദാറ്റ് മീൻസ് 0 to ഇവിടെ ഞാൻ 4 ആണ് n എടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ 0 to 3 എന്നുള്ള രീതിയിൽ ഇവിടെ. ദെൻ ഈ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CUVൻ്റെ മറ്റ് എന്താണ് റോയിലുള്ള വാല്യൂസൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് √2/n cos 2v + 1/u / 2n. യുടെ വാല്യൂ 1 to n-1 അതുപോലെ തന്നെ വിയുടെ വാല്യൂ 0 to n-1 എന്നുള്ള രീതിയിൽ റേഞ്ചിൽ. സോ ഈ രണ്ട് ഈക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, CUV എന്ന് പറഞ്ഞിട്ടുള്ള കൊസൈൻ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ ഞാൻ ക്യാപിറ്റൽ N = 4 ആക്കി എടുത്തു കഴിഞ്ഞാൽ
ഇവിടെ നമുക്ക് സി ഓഫ് യു വി എങ്ങനെ വരുന്നു നോക്കാം. ക്യാപിറ്റൽ N = 4 ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇക്വേഷൻ എപ്പോഴാണ് ഏത് വാല്യൂ കണ്ടുപിടിക്കാനാണ് അപ്ലൈ ചെയ്യുക, ഫസ്റ്റ് റോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ ഞാൻ C = √1/n, ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ 4 ആണ്, 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. സോ 0.5 ആയിരിക്കും എവിടെ വരിക, ഫസ്റ്റ് റോയിലുള്ള എല്ലാ എലമെൻസും 0.5 ആയിട്ടായിരിക്കും വരിക. കാരണം നമുക്കറിയാം 0 to V ഈ ഒരു ഇത് അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് റോക്ക് മൊത്തമാണ്. സോ 0.5 ആയിരിക്കും ഫസ്റ്റ് റോയിൽ മൊത്തം വരുന്നത്. ദെൻ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്, ബാക്കിയുള്ള എലമെൻസുകൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ റോസും നമുക്ക് ഓരോ വാല്യൂസും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഇക്വേഷൻ ഏതാണ്, ഈ രണ്ടാമത്തെ C of u = √2πn cos 2v + 1 pi u/2n എന്നുള്ള ഈ ഒരു ഇക്വേഷനാണ്. സോ ഇത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫസ്റ്റ് എനിക്കിപ്പോൾ നമ്മൾ ഇതിനൊരു ട്രിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മൾ രണ്ട് വാല്യൂസ് മാത്രമേ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളൂ. ദെൻ അതിൻ്റെ തന്നെ മിറേഴ്സ് ആയിരിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ടാവുക. നമ്മൾ വാഷിൻ്റെയും ഹഡ്മാൻ്റെയും കേസിൽ ട്രിക്ക് പഠിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് ഇവിടെയുള്ള എലമെൻറ്റും ദാറ്റ് ഈസ് u = 1 v = 0 ആവുന്ന കേസിലുള്ള ഇവിടെയുള്ള ആ എലമെൻറ്റും അതുപോലെ തന്നെ ഇവിടെയുള്ള എലമെൻറ്റും ദാറ്റ് മീൻസ് u = 1 v = 1 ആകുന്ന കേസിൽ ഈ രണ്ട് എലമെൻറ്റ്സ് മാത്രമേ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളൂ. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് തന്നെ ബാക്കിയുള്ളടത്ത് എന്താണ് മിററായിട്ട് അപ്ലൈ ചെയ്താൽ മതി. സോ u = 1 v = 0 അഥവാ ഈ ഒരു പൊസിഷനിലുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് u = 1 v = 0 ഞാൻ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക 0.653 എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ u = 1 v = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക 0.2705 ആണ്. സോ ഈ രണ്ട് വാല്യൂസും ഞാനിവിടെ ഇട്ട് C of u വിയിൽ 0.653 എനിക്ക് ഇവിടുത്തെ വാല്യൂ കിട്ടി, 0.2705 എനിക്ക് ഇവിടെയും കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഞാനൊരു ഇവിടെ ഒരു ഡോട്ടഡ് ലൈനിൽ വരച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആ ട്രിക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഈ ഫസ്റ്റ് 4 എലമെൻറ്റ്സ് ആണല്ലോ ഇപ്പോൾ കിട്ടി നിൽക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു 4 എലമെൻറ്റ്സും ഈ 2 എലമെൻറ്റ്സും നമുക്ക് കിട്ടി. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് റോയുടെ അതേ സംഭവമായിരിക്കും എവിടെ വരിക, ഈ തേർഡ് റോയിൽ വരിക. ഫസ്റ്റ് റോയുടെ അതേ വാല്യൂസ് തേർഡ് റോയിൽ വരും. ദാറ്റ് മീൻസ് 0.5 0.5 മൈനസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം, ട്രിക്ക് പറയാം. ഫസ്റ്റ് റോയിലുള്ള അതേ എലമെൻറ്റ്സ് തേർഡ് റോയിൽ ഇടുക, 0.5 0.5 0.5 0.5. ദെൻ ഇനി നമ്മൾ ഇടേണ്ടത്, ഇപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഈ ഇതിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് കേട്ടോ. സോ ഈ ഒരു 0.5 0.5 0.653 0.2705 ഇതിൻ്റെ മിററായിരിക്കും ഇവിടെ വരിക, ഈ ഒരു ഭാഗത്ത് വരിക. ദാറ്റ് മീൻസ് ഇത് ഇവിടെ വരും, 0.2705 ഇവിടെ വരും, 0.653 ഇത് നേരെ ഇങ്ങനെ മിററാക്കി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഒന്നിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടുക, മിററിനാൽ ഇതിൻ്റെത് ഇവിടെ വരും ഇതിൻ്റെത് ഇവിടെ വരും എന്നുള്ള രീതിയിൽ. ഇപ്പോൾ 0.2705 ഇവിടെ വരും, 0.653 ഇവിടെ വരും, മൈനസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. സോ ഈ ഒരു സെക്കൻഡ് റോയും ആയി തേർഡ് റോയും ആയി. ഇനി ഫോർത്ത് റോ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. അഥവാ ഇവിടെയുള്ള എലമെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരും, 0.2705 ഇവിടെ വരും. ഇവിടെ ഉള്ളത് നേരെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരിക, ഈ ഒരു കേസിൽ വരിക. അപ്പം ഇവിടെ 0.653 ഇവിടെയും വരും. ദെൻ ഇതിൻ്റെ നേരെ ഈ മിറർ ഇവിടെ, ദാറ്റ് മീൻസ് 0.653 ഇവിടെയും 0.2705 ഇവിടെയും വരും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് C of u v കിട്ടുക. ഇനി ഇതിലെവിടേക്കാണ് നെഗറ്റീവ് ഇടേണ്ടത്, സൈൻ ഇടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എലമെൻ്റ് ആണല്ലോ സെൻറ്റർ ആയിട്ടുള്ള എലമെൻറ്റ്, 0.2705 ആണ് നമ്മൾ ഈ ഒരു എലമെൻറ്റിനെ കൺസിഡർ ചെയ്യാം. സോ ഈ എലമെൻറ്റിൻ്റെ ഇങ്ങോട്ടുള്ളതും അഥവാ നേരെ ഉള്ളതും താഴോട്ടുള്ളതും ഡയഗണലായിട്ടുള്ള എലമെൻസുകളും എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ ഇത് നേരെയുള്ള എലമെൻറ്റ്സ് പറഞ്ഞാൽ ഈ രണ്ട് എലമെൻറ്റ്സ് 0.2705 0.653 ഞാൻ നെഗറ്റീവ് ചെയ്തു, മൈനസ് 0.2705 മൈനസ് 0.653 ആക്കി മാറ്റി. അതേപോലെ താഴോട്ടുള്ള എലമെൻറ്റ്സിനും ഞാൻ മൈനസ് ഇട്ട് കൊടുത്തു, ഡയഗണലായിട്ടുള്ള എലമെൻറ്റ്സിനും മൈനസ് ഇട്ട് കൊടുത്തു. സോ നമുക്ക് ഇങ്ങനെ ഈ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഈ ഫസ്റ്റ് റോയിലുള്ള എലമെൻറ്റ്സ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും. ദെൻ നമുക്ക് ഈ u1 ആവുന്ന കേസിലും u1ഉം v0 ആവുന്ന കേസിലും u1ഉം v1 ആവുന്ന കേസിലുള്ളത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് അധിക കേസിലും എന്താണ് ഈ ഒരു മെട്രിക്സ് തന്നെയാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു 4 വാല്യൂസ് മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു C of u v ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, C of u v കണ്ടുപിടിച്ചു. ഇനി ഈ C of u v വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്, 1 ഡയമെൻഷണൽ ഇമേജിൻ്റെ ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പോകുന്നത്.
ഓക്കെ, അത് നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാനുണ്ട്. ഫസ്റ്റ് ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സി ഈസ് നോട്ട് ഈക്വൽ ടു സി ട്രാൻസ്പോസ്. നമ്മളുടെ വാഷിൻ്റെ ഹെഡ്മാൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഈസ് സിമെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സിമെട്രിക് മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമെട്രിക് മെട്രിക്സ് എന്നുകൊണ്ട് ഉദ്ദേശം എന്താണ്? സി ഈക്വൽ ടു സി ട്രാൻസ്പോസ് ആണ്. ഇവിടെ എന്താണ് ഡി സി ടിൻ്റെ കേസിൽ സി എന്തല്ല, സി ട്രാൻസ്പോസിന് ഈക്വൽ അല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. അത് ദാറ്റ് മീൻസ് അതെന്താണ് നോട്ട് സിമെട്രിക് മെട്രിക്സ് ആണ് എന്ത് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ റിയൽ ആൻഡ് ഈ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റിയൽ ആൻഡ് ഓർത്തോഗണൽ ടേംസ് ആണ്. റിയൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ക്രീറ്റ് എന്താണ് കൊസൈൻ ട്രാൻസ്ഫോം റിയൽ ടേംസിനാണ് അതിലുണ്ടാവുക, ഡി എഫ് ടിയിൽ കോംപ്ലക്സ് ടേംസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ സിയിൽ എന്തായാലും റിയൽ ടേംസ് ആയിരിക്കും ഉണ്ടാവുക, റിയൽ ആയതുകൊണ്ട് തന്നെ അത് എന്താണ് ഓർത്തോഗണൽ ടേംസ് ആയിരിക്കും അതിലുണ്ടാവുക. ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് JPEG കംപ്രഷനാണ് ഈ എന്ത് ചെയ്യുന്നത് ഡി സി ടി മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. JPEG ഇമേജിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ അതിൻ്റെ കംപ്രഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് പോയിന്റ് സൈനോസോയിഡൽ ഫംഗ്ഷൻസ് ആണ്. ഏത് ഈ ഒരു സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനോസോയിഡൽ ഫംഗ്ഷനാണ്. സൈനോസോയിഡൽ ഫംഗ്ഷന് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് ഡി സി ടിയും ഡി എഫ് ടിയും ഒക്കെ എന്താണ് സൈനോസോയിഡൽ ഫംഗ്ഷൻ ആയിരുന്നു അല്ലേ. ഡി സി ടിയും ഡി എഫ് ടി നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി സി ടി എന്താണ് സൈനോസോയിഡൽ ഫംഗ്ഷനാണ്. ദാറ്റ് മീൻസ് ഇതുപോലുള്ള ഒരു സൈനോസോയിഡൽ ഫംഗ്ഷനാണ് എന്ത് ഡി സി ടിയും ഡി എഫ് ടിയെ പോലുള്ളത്. ദെൻ പക്ഷേ വാഷും ഹെഡ്മാഡൊക്കെ എന്തായിരുന്നു സൈനോസോയിഡലായിരുന്നു അല്ല, സൈനോസോയിഡൽ ഫംഗ്ഷൻ അല്ലായിരുന്നു, ഒരു ഡിജിറ്റൽ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ ഇതുപോലെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എങ്ങനെയാണ് ഒരു ഇമേജിനെ എന്ത് ചെയ്യുന്നു ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ ആയിരിക്കും വരിക. സം എഫ് ഓഫ് എക്സ് തരും അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ തരും. ദാറ്റ് മീൻസ് ഇതിവിടെ തന്നിട്ടുള്ളത് 1 ഡയമെൻഷണൽ ഇമേജ് ആണ്. 2 ഡയമെൻഷണൽ ഇമേജും ചിലപ്പോൾ തരും. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് ഇവിടെ 1 ഡയമെൻഷണൽ ഇമേജ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആണ് തന്നിട്ടുള്ളത്. 1247 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫ് ഓഫ് എക്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഇക്വേഷൻ അറിയാം, ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു സി ഇൻറ്റു സ്മോൾ എഫ് ആണ്. സി ഇൻറ്റു സ്മോൾ എഫ്, സി നമുക്ക് അറിയുന്നതാണ്, നമ്മൾ കണ്ടുപിടിച്ചതാണ് സി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. 0.5 0.5 ഈ രീതിയിൽ ഇത് നമുക്ക് ആ ട്രിക്ക് വെച്ചിട്ട് ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാത്തിൻ്റെ കേസിലും സെയിം ആണ്. സോ ഇത് ഈ ഒരു സി ഇവിടെ ഇട്ടിട്ടുണ്ട്. എഫിന് ഞാൻ എന്ത് ചെയ്തു ഒരു കോളം മെട്രിക്സ് ആക്കി മാറ്റി. ദാറ്റ് മീൻസ് 1247 ആക്കി മാറ്റി. ദെൻ ഇതിനെന്ത് ചെയ്യുന്നു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ പെർഫോം ചെയ്യുക. ദാറ്റ് മീൻസ് 0.5 ഇൻറ്റു 1 പ്ലസ് 0.5 ഇൻറ്റു 2 പ്ലസ് 0.5 ഇൻറ്റു 4 പ്ലസ് 0.5 ഇൻറ്റു 7 എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റോയിൽ കിട്ടും. ഫസ്റ്റ് റോയിലുള്ള എലമെൻറ്റ് 7 കിട്ടും. ഇതേപോലെ തന്നെ 0.653 ഇൻറ്റു 1 പ്ലസ് 0.2705 ഇൻറ്റു 2 പ്ലസ് അങ്ങനെ എന്ത് ചെയ്യുന്നു ഇവിടെയും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് എലമെൻറ്റ് കിട്ടും. സെക്കൻഡ് എലമെൻറ്റ് -4.454 എന്നുള്ള രീതിയിലാണ് വരിക. തേർഡ് എലമെൻറ്റ് നമുക്ക് കിട്ടുക 1 ആണ്. ഫോർത്ത് എലമെൻറ്റ് നമുക്ക് ഇവിടെ കിട്ടുക -0.3170. ഇതിന് ഞാനൊന്ന് ഓർഡർ ചെയ്തു എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് എലമെൻറ്റ് 7 -4.454 1 -0.3170 എന്നുള്ള രീതിയിൽ ഒന്ന് ഓർഡർ ചെയ്ത് എഴുതിയിട്ടുണ്ട്. സോ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ഇമേജിൻ്റെയും ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ എന്താണ് ഇതേപോലെ തന്നെ ഇതൊരു 1 ഡയമെൻഷണൽ ഇമേജിൻ്റെ കേസിലുള്ളതാണ് പറയുന്നത്. 2 ഡയമെൻഷണൽ ഇമേജിൻ്റെ കേസിൽ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ സം എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു 2 ഡയമെൻഷണൽ ഇമേജ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 1 2 2 1 2 1 2 1 1 2 2 1 2 1 2 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു 2 ഡയമെൻഷണൽ ഇമേജിൻ്റെ എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോംസ് നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ ആയിരുന്നു അപ്ലൈ ചെയ്യേണ്ടത്. സി ഇൻറ്റു എഫ് ഇൻറ്റു സി ട്രാൻസ്പോസ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സി ഈസ് നോട്ട് ഈക്വൽ ടു സി ട്രാൻസ്പോസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, സി ട്രാൻസ്പോസ് ഇവിടെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇതിൻ്റെ 2 ഡയമെൻഷണൽ ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോംസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതൊന്നും എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക. നമ്മൾ 1 ഡയമെൻഷണൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഡിഫറൻസ് മാത്രമാണ് അതിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, ഇത്രയാണ് ഡി സീറ്റിൻ്റെ കേസിൽ പറയാനുള്ളത്.